ഇപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞില്ല എങ്കിൽ പിന്നെ ഒരിക്കലും സത്യങ്ങൾ പറയാൻ കഴിയില്ല എന്ന് വീണ ഓർത്തു. ഏട്ടൻ്റെ മനസ്സിൽ എന്തായാലും തൻ്റെ ഇഷ്ടം അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ്. തുറന്നു പറയാത്തതുകൊണ്ട് മാത്രം തൻ്റെ പ്രണയം നഷ്ടപ്പെട്ടു പോയി എന്ന് സങ്കടപ്പെടേണ്ടി വരില്ലല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടരുത്, വെറുക്കരുത്. ഞാൻ പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എന്നോട് പഴയ പോലെ മിണ്ടണം. സത്യം ചെയ്യേ. കൈ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞപ്പോൾ അവൻ്റെ പുരികം ചുളിഞ്ഞു. എങ്കിലും അവൻ അവളുടെ കയ്യിലായി ഒന്ന് തൊട്ടു. ഇല്ലടി, നീ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറയ്. അവൻ്റെ മുഖത്ത് അപ്പോഴും ചിരിയാണ്. എനിക്ക് മഹേഷേട്ടനെ ഇഷ്ടമാണ്. ഒരുപാട് നാളുകളായി എൻ്റെ ഉള്ളിൽ ഏട്ടൻ മാത്രമേ ഉള്ളൂ. ഏട്ടന് എന്നെ തിരികെ ഇഷ്ടപ്പെടാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ ഇത് പറയാതിരുന്നാൽ എനിക്ക് സമാധാനം കിട്ടില്ല. അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അവളിൽ നിന്നും കേട്ടത്. കാശിയെക്കുറിച്ച് എന്തെങ്കിലും പരാതി പറയാൻ വന്നതാകും എന്നാണ് കരുതിയത്. എന്നാൽ അവൾക്ക് തന്നോട് പ്രണയമാണെന്നോ? എപ്പോഴെങ്കിലും അങ്ങനെ അവളോട് താൻ പെരുമാറിയിട്ടുണ്ടോ? വേദനയോ സങ്കടമോ എല്ലാം കൂടി കലർന്ന ഒരു വികാരം അവനിലുണ്ടായി. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ അനുജത്തിയായതുകൊണ്ട് പണ്ടേ അല്പം സ്വാതന്ത്ര്യ കൂടുതലും സ്നേഹവും കാണിച്ചിരുന്നു. അതെല്ലാം അവൾക്ക് തന്നോട് മറ്റൊരു രീതിയിലുള്ള ഇഷ്ടം വളരാൻ കാരണമാകും എന്ന് കരുതിയില്ല. മുന്നിൽ നിൽക്കുന്ന അവളെ എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കുക? എന്തെങ്കിലും കടുപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലും അവിവേകം കാണിക്കുമോ എന്നവൻ ഭയന്നു. മോളെ, നിന്നെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നീ എല്ലാം മറക്കണം. ഇതൊന്നും ഒരിക്കലും കാശി അറിയരുത്. അവൻ്റെ സുഹൃത്തായി കൂടെ നിന്ന് ഞാൻ അവനെ വഞ്ചിച്ചു എന്ന് കരുതും. ഈ പ്രായത്തിൽ ഇങ്ങനെയുള്ള ഇഷ്ടങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. അതെല്ലാം നീ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനൊരു മറുപടി പ്രതീക്ഷിച്ചതാണെങ്കിലും അവൻ്റെ വായിൽ നിന്ന് അത് കേട്ടപ്പോൾ അവൾ തളർന്നുപോയി. ഇഷ്ടം തനിക്ക് മാത്രമാണല്ലോ. പിന്നെ ഒരു വാക്കുപോലും സംസാരിക്കാതെ അവൾ തിരിഞ്ഞു നടന്നു. വേദനയോടെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ കണ്ടത് നിത്താരയായിരുന്നു. മറ്റൊന്നും ആലോചിക്കാതെ ആ മാറിൽ വീണ് പൊട്ടിക്കരഞ്ഞു. അവളും പകച്ചുപോയി. എന്താ വീണ, ഇങ്ങനെ കരയാനും മാത്രം ഇപ്പോൾ എന്താ ഉണ്ടായത്? നിസ്സാരമായ ഒരു കല്യാണാലോചനയുടെ പേരിലാണോ നീ ഇങ്ങനെ കരയുന്നത്? നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ തുറന്നു പറഞ്ഞാൽ മതി, അവൾ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആർക്കു വേണ്ടി ഞാൻ ഇഷ്ടപ്പെടാതെ ഇരിക്കണം ഏട്ടത്തി? അങ്ങനെ കാത്തിരിക്കാൻ എനിക്കൊരാളില്ലല്ലോ. നീ എല്ലാം തുറന്നു പറഞ്ഞോ മോളെ. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണോ എന്ന ഭയത്തിൽ അവൾ വീണയോട് ചോദിച്ചു. എന്നെ അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല എന്ന് ഏട്ടൻ ഒരിക്കലും അറിയരുതെന്ന് എല്ലാം മറക്കാൻ പറഞ്ഞു. മുന്നിൽ നിന്ന് കരയുന്ന അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവളും കുഴങ്ങി. പ്രണയം ഇത്രത്തോളം വേദനയാണോ? അറിയില്ല. താൻ ആരെയും പ്രണയിച്ചിട്ടില്ലല്ലോ. നീ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് ഇനി എല്ലാവരെയും കൂടി അറിയിക്കേണ്ട. എല്ലാം തുറന്നു പറഞ്ഞതല്ലേ ഉള്ളൂ. പെട്ടെന്ന് കേട്ടതിൻ്റെ ഷോക്കിലായിരിക്കും ഇങ്ങനെ പറഞ്ഞത്. നമുക്ക് കുറച്ചുനാൾ ഒന്ന് വെയിറ്റ് ചെയ്തു നോക്കാം. എന്നെ വെറുത്തിരുന്ന നിന്റെ ഏട്ടൻ പോലും എന്നെ വിവാഹം കഴിച്ചില്ലേ? അത് പറഞ്ഞപ്പോൾ താരയുടെ മുഖത്ത് ഒരു മങ്ങിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. സ്നേഹിക്കുമായിരിക്കുമോ ഏട്ടത്തി? തൻ്റെ ഒരു വാക്കിൻ്റെ പുറത്ത് അവൾക്കിനിയും പ്രതീക്ഷ വരുമോ എന്ന് ഭയന്നു. എങ്കിലും അവൾ ഇങ്ങനെ കരഞ്ഞു വിളിച്ചിരുന്നാൽ എല്ലാവരും എല്ലാം അറിയും. ചിലപ്പോൾ ഏട്ടനും മഹേഷേട്ടനും തമ്മിലുള്ള പിണക്കത്തിന് വരെ കാരണമായി എന്നിരിക്കും. അങ്ങനെ ഉറപ്പൊന്നും ഏട്ടത്തിക്ക് പറയാൻ പറ്റില്ല മോളെ. എങ്കിലും ഒന്നുകൂടി നമുക്ക് ശ്രമിക്കാം. നീ വലിയ പ്രതീക്ഷയൊന്നും ഉള്ളിൽ വെക്കേണ്ട, പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ ജോലികളിലേക്ക് തിരിഞ്ഞു. മഹേഷിൻ്റെ കാര്യം പറഞ്ഞില്ല എങ്കിൽ പോലും കാശിയോട് വീണയെക്കുറിച്ച് സംസാരിക്കണം എന്നവൾ തീരുമാനിച്ചു. അവൻ എത്തുന്നത് വരെ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. കുളി കഴിഞ്ഞ് മുടി ചീകുമ്പോഴാണ് കണ്ണാടിയിലൂടെ പിന്നിൽ കാശിയുടെ നിഴൽ കണ്ടത്. മുഖത്ത് അല്പം പൗഡർ കൂടി ഇട്ടതിന് ശേഷം അവൾ അവൻ്റെ നേരെ തിരിഞ്ഞു. ഏട്ടൻ ഇതെവിടെ പോയിരുന്നതാ? തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഫ്രണ്ട്സിൻ്റെ കൂടെ. അവളൊന്നും പറഞ്ഞില്ല.
കാശിയേട്ടന് ചില മോശം കൂട്ടുകെട്ടുകളൊക്കെയുണ്ട് എന്ന് അമ്മാവൻ പറഞ്ഞറിയാം. ഇപ്പോൾ അവരുമായി പഴയ രീതിയിൽ കൂട്ട് ഒന്നുമില്ല എങ്കിലും ചിലപ്പോഴൊക്കെ ഏട്ടൻ ഇങ്ങനെ സൗഹൃദം പുതുക്കാറുണ്ട്. വീണയ്ക്ക് ഒരാലോചന വന്നത് നീ അറിഞ്ഞില്ലേ? അറിഞ്ഞു. പറഞ്ഞുകൊണ്ട് അവൻ ഷർട്ടിൻ്റെ ബട്ടൺ അഴിക്കാൻ തുടങ്ങി. അല്പം ചമ്മൽ തോന്നിയെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം സീരിയസ് ആയതുകൊണ്ട് തന്നെ അവൾ അവിടെ തന്നെ നിന്നു. അവൾക്ക് അത്രത്തോളം താല്പര്യമില്ല. ഒരു വിവാഹം വേണ്ട എന്നാണ് പറയുന്നത്. താര അല്പം ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. അതിന് അവളാരും നിർബന്ധിച്ചില്ലല്ലോ. ആലോചനയല്ലേ വന്നിട്ടുള്ളൂ. അവൾക്ക് വേണ്ടായെങ്കിൽ തുറന്നു പറഞ്ഞാൽ മതി. പറഞ്ഞുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് കയറിപ്പോയപ്പോൾ അവൾ അവിടെ തന്നെ നിന്നു. ഇതെത്ര തവണയാ കുളിക്കുന്നത്? പിറുപിറുത്തുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. എല്ലാവരും ഹാളിൽ ഇരിക്കുമ്പോഴാണ് പുറത്ത് ഒരു കാറിൻ്റെ ശബ്ദം കേട്ടത്. രാത്രി 8 മണി ആയിട്ടുണ്ട്. ഈ സമയത്ത് ആരാണ് വരാനെന്ന് ചിന്തിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വന്ന ആളുകളെ കണ്ട എല്ലാവരും ഞെട്ടി. കാറിൽ നിന്നും ഇറങ്ങിയ വിവേക് ആരുടെയും മുഖത്ത് നോക്കാനാകാതെ തല കുനിച്ചു നിന്നു. വിവേകും അച്ഛനും അമ്മയും മാത്രമാണ് വന്നത്. ഇതുപോലെ ഒരു അവസരമായതിനാൽ തന്നെ ഗൗരിയെ അവർ കൂടെ കൂട്ടിയില്ല. മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിക്ക് അതൊരു വിഷമമാകുമോ എന്ന് വിവേകിൻ്റെ അമ്മയ്ക്ക് പേടിയുണ്ടായിരുന്നു. ഗൗരി ഒന്നാമത് ഔചിത്യമില്ലാതെ പെരുമാറുന്നവളാണ്. ഇതുപോലെ ഒരവസരത്തിൽ എന്തെങ്കിലും അവളുടെ വായിൽ നിന്ന് വീണാൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ആരും അകത്തേക്ക് ക്ഷണിച്ചില്ല എങ്കിലും അവർ അകത്തേക്ക് കയറി. വിവേകിൻ്റെ അമ്മയുടെ മുഖം കണ്ടപ്പോൾ നിത്താരയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. അമ്മ മരിച്ചതിന് ശേഷം ഇത്രത്തോളം വാത്സല്യം മറ്റാരിൽ നിന്നും അനുഭവിച്ചിട്ടില്ല. ഈ അമ്മയെ കണ്ടുകൊണ്ട് മാത്രമായിരുന്നു വിവേകുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചത്. അവരുടെ കോടികളുടെ സ്വത്തോ പണമോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. അച്ഛൻ്റെ സന്തോഷവും ഇതുപോലെ ഒരമ്മയുടെ സ്നേഹവും മാത്രം ആഗ്രഹിച്ചു. എന്നാൽ ലഭിച്ചത്? എല്ലാവരുടെയും മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്ന അച്ഛൻ്റെ മുഖം ആലോചിച്ചപ്പോൾ അവൾക്കാകെ ദേഷ്യം തോന്നി. മോളെ, നേരിട്ട് വന്ന് മാപ്പ് പറയണം എന്ന് കരുതിയത് കൊണ്ടാണ് ഫോണിൽ പോലും വിളിക്കാഞ്ഞത്. എൻ്റെ മകനു കൂടി അത് സ്വയം തോന്നണം എന്ന് തോന്നി. നിർബന്ധിച്ചു കൊണ്ടുവന്ന് മാപ്പ് പറയിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അവൾ അമ്മാവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദേഷ്യം കടിച്ചു പിടിച്ചിരിക്കുകയാണ്. കാശിയേട്ടൻ്റെ മുഖത്തെ ഭാവം എന്താണെന്നറിയാൻ കഴിയുന്നില്ല. നിങ്ങൾ എത്രയൊക്കെ മാപ്പ് പറഞ്ഞാലും ഈ പെൺകുട്ടിയും അവളുടെ അച്ഛനും അനുഭവിച്ച നാണക്കേടിന് പരിഹാരമാകുമോ? അന്നത്തെ ദിവസം ആരെല്ലാം ഇവരെ എന്തൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തി എന്നറിയാമോ? അതിനു മറുപടിയായി തല കുനിച്ചിരിക്കുകയല്ലാതെ അവർക്കൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ എന്ത് പറഞ്ഞാണ് ന്യായീകരിക്കുന്നത്? അങ്കിൾ, എന്നോട് ക്ഷമിക്കണം. അപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റിപ്പോയതാണ്. എനിക്ക് നിത്താരയോട് ഒന്ന് തനിച്ച് സംസാരിക്കണം. അവൻ പറഞ്ഞു നിർത്തിയതും അവൾ അമ്മാവൻ്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം സമ്മതമറിയിച്ചതും വിവേകിനു പിന്നാലെ അവൾ മുറ്റത്തേക്കിറങ്ങി. അത് കണ്ടുകൊണ്ട് നിന്ന കാശിക്ക് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ കൈമുഷ്ടി ചുരുട്ടി തൻ്റെ ദേഷ്യം സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നവനെ അവൾ അല്പസമയം കൂടി നോക്കി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറയണം. നമ്മൾ ഒരുപാട് സമയം മാറി നിൽക്കുന്നത് അത്ര നല്ലതാവില്ല. ഉറപ്പോടെ പറയുന്നവളുടെ മുഖത്തേക്ക് അവൻ ഒരു നിമിഷം നോക്കി. മുൻപ് അവളുടെ മുഖത്തുണ്ടായിരുന്ന ഭാവങ്ങളൊന്നുമല്ല ഇപ്പോൾ. കുറച്ചുകൂടി പക്വത വന്നതുപോലെ. തന്നെ ഞാൻ മനഃപൂർവ്വം ചതിച്ചതല്ല. ഗൗരിയും ഞാനും സ്കൂൾ കാലം തൊട്ട് ഇഷ്ടത്തിലായിരുന്നു. ഒരു തരം പിടിവാശിയുള്ള സ്വഭാവമാണ് അവൾക്ക്. നമ്മുടെ വിവാഹം ആലോചിക്കുന്നതിന് കുറേ നാൾ മുൻപേ ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിരുന്നു. പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ് തന്നെ വിവാഹം കഴിക്കാൻ വന്നത്. എന്നാൽ വിവാഹത്തിന് കുറച്ച് ദിവസം മുമ്പ് അവൾ എന്നെ വീണ്ടും കാണാൻ വന്നു. അവളെ സ്വീകരിച്ചില്ല എങ്കിൽ ആത്മഹത്യ ചെയ്യും എന്ന് പറയാൻ. ഒരു കാലത്ത് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നതല്ലേ ഞാൻ. കാരണം അവളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് എനിക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും? അപ്പോൾ അത് മാത്രമേ ചിന്തിച്ചുള്ളൂ. സ്വന്തം ഭാഗം ന്യായീകരിക്കുന്നവനെ അവൾ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ നോക്കി.
പറഞ്ഞു കഴിഞ്ഞോ? ആ ചോദ്യം പ്രതീക്ഷിക്കാത്ത പോലെ വിവേക് അവളെ ഒന്ന് നോക്കി. എന്താ? അവൻ്റെ മുഖത്ത് അത്ഭുതമാണ്. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ എന്ന്. തനിക്ക് എന്നോട് ദേഷ്യമാണോ? ആ ദിവസത്തിന് ശേഷം ഒരിക്കൽ പോലും ഞാൻ സമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ല. താൻ എന്നോട് ക്ഷമിച്ചു എന്ന് പറയാതെ എനിക്ക് ഈ ജന്മം സമാധാനം കിട്ടില്ല. അവൻ്റെ നോട്ടം ദയനീയമായി. എനിക്ക് തന്നോട് നന്ദി മാത്രമേ ഉള്ളൂ. വിവാഹത്തിന് മുൻപ് തന്നെ താൻ അവരുമായി പോയല്ലോ. ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ആത്മഹത്യ ഭീഷണി മുഴക്കിയിരുന്നത് എങ്കിൽ താൻ എന്നെ ഉപേക്ഷിച്ച് അവരുടെ ഒപ്പം പോകുമായിരുന്നില്ലേ? ഇനി ഒരു കാര്യത്തിനും താൻ എൻ്റെ മുന്നിൽ വരരുത്. അവൾ ഒരു പുച്ഛത്തോടെ പറഞ്ഞു. തനിക്ക് എന്നോട് വെറുപ്പില്ല എന്നാണോ? എനിക്ക് ആരോടും വെറുപ്പില്ല എന്ന് കരുതി ഞാൻ തന്നോട് ക്ഷമിച്ചിട്ടുമില്ല. എൻ്റെ അച്ഛനെ താൻ എല്ലാവരുടെയും മുന്നിൽ അപമാനിച്ചു നിർത്തി. എന്നിട്ടും ഞാൻ തന്നെ ശപിക്കാത്തത് ആ പാവം അമ്മയെ ഓർത്ത് മാത്രമാണ്. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ അഗ്നി ജ്വലിക്കുന്നത് പോലെ അവന് തോന്നി. നിതാര, ഞാൻ അവൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ കൈകൊണ്ട് തടഞ്ഞതിനു ശേഷം അവൾ തിരിഞ്ഞു നടന്നു. ചെന്നപ്പോൾ തന്നെ കണ്ടു വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന കാശിയേട്ടനെ. ഇനി ഇതിപ്പോ എന്തിനാണോ എന്തോ. വിവേകിൻ്റെ അമ്മ അടുത്തേക്ക് വന്നപ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവർ അവളെ മാറോട് ചേർത്ത് പിടിച്ചു. ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അമ്മ നിന്നെ എൻ്റെ മോളായി കൊണ്ടുപോകാൻ. പക്ഷേ വിധി ഇതായിപ്പോയി. ഈ അമ്മയെ വെറുക്കല്ലേ മോളെ, അവർ കണ്ണീരോടെ പറഞ്ഞു. അമ്മയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. അന്നത്തെ എൻ്റെ അച്ഛൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ മാത്രമാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. പക്ഷേ അച്ഛൻ ഇപ്പോൾ ഒത്തിരി സന്തോഷത്തിലാണ്. അമ്മ ധൈര്യമായി പൊയ്ക്കോളൂ. അവർ അവളുടെ മുടിയിലായി ഒന്ന് തഴുകിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. അവരെ ചേർത്തു പിടിച്ചുകൊണ്ട് അവരുടെ ഭർത്താവുമുണ്ടായിരുന്നു. വിവേകും എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് പിന്നാലെ പോയി. അവർ ഇറങ്ങിക്കഴിഞ്ഞതും താരവേഗത്തിൽ മുറിയിലേക്ക് കയറിപ്പോയി. അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതൊരിക്കലും വിവേകിനെക്കുറിച്ച് ഓർത്തായിരുന്നില്ല. എന്നാൽ മുറിയിലേക്ക് കയറി വന്ന കാശി കാണുന്നത് പൊട്ടിക്കരയുന്നവളെയാണ്. ഒരക്ഷരം പോലും മിണ്ടാതെ അവൻ തിരികെ നടന്നു. അവളുടെ നിറഞ്ഞ മിഴികൾ വിവേകിനോടുള്ള സ്നേഹമാണ് എന്ന് അവൻ കരുതി. വിവാഹ ദിവസം വരെ അവളുടെ സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിന്നത് അവൻ മാത്രമായിരിക്കും. അവിടേക്ക് അവൾക്കൊട്ടും ചേരാത്ത തന്നെ പോലെ ഒരാൾ. അവൾക്ക് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. വിവാഹം കഴിഞ്ഞു പോയതിൻ്റെ പേരിൽ അവൾ തന്നെ കഷ്ടപ്പെട്ട് സ്നേഹിക്കാൻ ശ്രമിക്കുന്നതാവുമെന്ന് അവൻ വിശ്വസിച്ചു. പിന്നെ അവിടെ നിൽക്കാതെ അവൻ അപ്പോൾ തന്നെ ബൈക്കുമെടുത്ത് പുറത്തേക്ക് പോയി. കരഞ്ഞ് കരഞ്ഞ് അവൾ അവിടെ കിടന്ന് തന്നെ ഉറങ്ങിപ്പോയിരുന്നു. അപ്പോഴാണ് രാത്രിയായിട്ടും കാശി തിരികെ വന്നിട്ടില്ല എന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. ഈ സമയത്ത് സാധാരണ പുറത്തു പോകാറില്ലല്ലോ. പിന്നെ ഇത് എങ്ങോട്ടാണ് പോയത്? അവൾ നോക്കിയപ്പോൾ സമയം 11 ആയിട്ടുണ്ട്. അന്ന് ഇതുപോലെ താമസിച്ച ഒരു ദിവസം മദ്യപിച്ചാണ് വന്നത്. ഇന്നും അതുപോലെ ആയിരിക്കുമോ വരുന്നത് എന്നവൾ ഭയന്നു. വീണ്ടും അരമണിക്കൂർ കൂടി കടന്നുപോയി. അവൾക്ക് കാര്യമറിയാത്ത ഒരു ടെൻഷൻ വന്നു മൂടാൻ തുടങ്ങി. റൂമിൻ്റെ വാതിൽ തുറന്ന് അവൾ പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും താഴെ ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ജീവൻ തിരികെ കിട്ടിയതുപോലെയാണ് അവൾക്ക് അപ്പോൾ തോന്നിയത്. ഓടിച്ചെന്ന് തന്നെ അവൾ വാതിൽ തുറന്നു. അവളെ അവിടെ പ്രതീക്ഷിച്ചിട്ടില്ലാത്തതുപോലെ അവൻ സൂക്ഷിച്ചു നോക്കി. അതിനുശേഷം ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടപ്പോൾ വീണ്ടും അവൾ ആലോചിച്ചു. അവൻ എന്താണ് പറ്റിയത് എന്ന് അവൾക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് വിവേകൊക്കെ വന്ന കാര്യം ഓർക്കുന്നത്. ഇനി അവർ ഇവിടെ വന്നതുകൊണ്ടാകുമോ തന്നോട് പിണങ്ങിയിരിക്കുന്നത്? രണ്ടും കൽപ്പിച്ച് അവൾ മുറിയിലേക്ക് കയറി ചെന്നു. ഡ്രസ്സ് പോലും മാറാതെ അവൻ ബെഡിലിരിപ്പുണ്ട്. ഏട്ടൻ ഇത് എവിടെ പോയിരുന്നു? എത്ര സമയമായി നോക്കിയിരിക്കുന്നു എന്നറിയാമോ? അവൻ പുച്ഛത്തോടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്തിനാ നോക്കിയിരുന്നത്? നിന്റെ കരച്ചിലൊക്കെ കഴിഞ്ഞോ? അപ്പോഴാണ് താൻ കരഞ്ഞ കാര്യം അവൻ കണ്ടിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായത്. സ്വാഭാവികമായും തൻ്റെ കണ്ണുനീർ അവൻ തെറ്റിദ്ധരിച്ചിരിക്കും. ഞാൻ കരഞ്ഞത് കൊണ്ടാണോ കാശിയേട്ടൻ എന്നോട് മിണ്ടാത്തത്? ഞാനെന്തിനാ നിന്നോട് പിണങ്ങുന്നത്? അവൾക്ക് എങ്ങനെ അവനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അറിയുമായിരുന്നില്ല.
എന്തിനാണ് അവൻ ഇങ്ങനെ തന്നോട് പെരുമാറുന്നത് എന്ന് മനസ്സിലായില്ല. എല്ലാം ആലോചിച്ചപ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. നിറഞ്ഞു തൂവുന്ന മിഴികളോടെ അവൾ തിരിഞ്ഞു നടന്നു. അതിനുശേഷം ഒന്നുകൂടി അവനെ തിരിഞ്ഞു നോക്കി. കാശിയേട്ടൻ കഴിച്ചിട്ടാണോ വന്നത്? അതോ ആഹാരം വിളമ്പണോ? ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. അത്രമാത്രം പറഞ്ഞ് അവൻ ബാത്റൂമിലേക്ക് കയറിയപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ ബെഡിലേക്ക് കയറി കിടന്നു. കുറച്ച് ദിവസങ്ങളായി നല്ല സ്നേഹത്തിൽ പെരുമാറിയിരുന്ന ആളാണ്. ഒരു കാര്യവുമില്ലാതെ പെട്ടെന്നാണ് സ്വഭാവം മാറിയത്. കുറച്ചധികം സമയം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ പുറത്തിറങ്ങിയത്. അവൾ അപ്പോഴേക്കും ഉറക്കം പിടിച്ചിരുന്നു. ഒരു നിമിഷം മാത്രം അവളെ ഒന്ന് നോക്കിയിട്ട് അവൻ ബെഡിലേക്ക് കയറി കിടന്നു. പിറ്റേന്ന് പതിവിലും നേരത്തെ അവൾ ഉണക്കമുണർന്നു. തലേ ദിവസത്തെ ഓർമ്മ വന്നതും ആകെ അസ്വസ്ഥയായി. എങ്കിലും പെട്ടെന്ന് തന്നെ ഫ്രഷായി താഴെ അടുക്കളയിലേക്ക് ചെന്നു. ജോലികൾ തീർത്താൽ മാത്രമേ പഠിക്കാൻ സമയത്ത് പോകാൻ കഴിയൂ. ഇന്നലെ വരെ ഏട്ടനാണ് കൊണ്ടുപോയി വിട്ടിരുന്നത്. ഇന്നിനി കൊണ്ടുവിടുമോ എന്ന് സംശയമാണ്. കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സും വെള്ളവും എല്ലാം എടുത്തു വെച്ചതിന് ശേഷം അവൾ മുകളിലേക്ക് ചെന്നു. ഡ്രസ്സ് മാറി തലയും കോതിക്കെട്ടി ഒരു പൊട്ട് വെച്ച് തിരിഞ്ഞപ്പോൾ കാശി ഉണർന്നിരിക്കുന്നത് കണ്ടു. അവൻ തന്നെ കൊണ്ടാക്കാനായി വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അവൾക്ക് സംശയം തോന്നി. ചോദിക്കാനും മനസ്സനുവദിച്ചില്ല. ഒരു ദിവസം കൊണ്ട് തന്നെ തങ്ങൾക്കിടയിൽ വല്ലാത്തൊരകലം രൂപപ്പെട്ടു എന്ന് അവൾക്ക് തോന്നി. പോകാൻ ഇനിയും കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. അല്പസമയം കൂടി റൂമിൽ നിന്നതിന് ശേഷം താഴേക്ക് നടന്നു. കൊണ്ടുപോകാനുള്ള ആഹാരവും വെള്ളവും എല്ലാം എടുത്ത് ബാഗിൽ വച്ചപ്പോഴേക്കും കാശി താഴേക്ക് ഇറങ്ങി വന്നിരുന്നു. ഒരുങ്ങി നിൽക്കുന്നവനെ അവൾ സംശയത്തോടെ നോക്കി. ഞാൻ കൊണ്ടാക്കാം. ഉള്ളിൽ തണുപ്പ് വീണ ഒരു സുഖം തോന്നിയെങ്കിലും അത് പുറമേ കാണിച്ചില്ല. തോന്നുമ്പോൾ തോന്നിയ സ്വഭാവം കാണിക്കുന്നവരോട് അങ്ങനെ തന്നെ തിരികെയും പ്രതികരിക്കണമെന്ന് അവൾക്ക് തോന്നി. അവൾ ഒന്നും മിണ്ടാതെ ബാഗുമെടുത്ത് അവൻ്റെ പിന്നാലെ ഇറങ്ങി. ബൈക്കിന് പുറകിൽ കയറിയിരിക്കുമ്പോഴും അവൾ ഒന്നും മിണ്ടിയില്ല. ആ ബൈക്ക് മെല്ലെ മുന്നോട്ട് നീങ്ങി. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുന്നിൽ വണ്ടി നിർത്തി അവൾ ഇറങ്ങിയതും അവൻ അതിവേഗത്തിൽ തിരികെ പോയി. തന്നെ വാതിൽക്കൽ തന്നെ നോക്കി നിൽക്കുന്ന കൂട്ടുകാരുടെ അടുത്തേക്ക് നടന്നപ്പോൾ അവൾക്ക് മനസ്സിൽ ആശ്വാസം തോന്നി. ഇന്നലെയും ഇന്നുമായി നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയുമ്പോൾ അവരും ഉറപ്പിച്ചു പറഞ്ഞു വിവേകിൻ്റെ വരവ് കാശിയേട്ടന് ഇഷ്ടമായിട്ടുണ്ടാകില്ല എന്ന്. പക്ഷേ അതിൻ്റെ കാരണം എന്തായിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഏട്ടന് തന്നോട് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. വിവേക് ആവട്ടെ തന്നെ ഉപേക്ഷിച്ച് വിവാഹം കഴിച്ചതുമാണ്. അപ്പോൾ പിന്നെ തന്നോട് ദേഷ്യം കാണിക്കേണ്ട കാര്യമെന്താണ്? ഇനി താൻ വിവേകിനോട് മാറി നിന്ന് സംസാരിച്ചത് കൊണ്ടാകുമോ? അനുവാദം വാങ്ങാതെ പോയത് കൊണ്ടായിരിക്കുമോ? എത്രയൊക്കെ ആലോചിച്ചിട്ടും കൃത്യമായ ഉത്തരം അവൾക്ക് കിട്ടിയില്ല. മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാലല്ലേ മനുഷ്യന് മനസ്സിലാകൂ. ഇന്നും ഇങ്ങനെ മുഖവും വീർപ്പിച്ച് നടക്കുകയാണെങ്കിൽ ഉറപ്പായും നേരിട്ട് ചോദിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. അന്ന് ക്ലാസ് കഴിയും വരെ എങ്ങനെയെങ്കിലുമാണ് പിടിച്ചിരുന്നത്. വീട്ടിൽ ചെന്ന് ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നത് വരെ തനിക്ക് സമാധാനം കിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അതിനാൽ തന്നെ അവൾ വേഗത്തിലാണ് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നത്. എന്നാൽ ബസ് സ്റ്റോപ്പ് എത്തുന്നതിന് മുൻപ് തന്നെ കാശിയുടെ ബൈക്ക് അവൾക്ക് മുന്നിൽ വന്നു നിന്നു. കയറ്. അത്രമാത്രമേ അവൻ പറഞ്ഞുള്ളൂ. ചോദിക്കാനുള്ള കാര്യങ്ങളെല്ലാം തൻ്റെ തൊണ്ടയിൽ കുടുങ്ങിക്കിടക്കുന്നത് പോലെ അവൾക്ക് തോന്നി. എങ്കിലും ധൈര്യം സംഭരിച്ച് അവൾ അവൻ്റെ മുതുകിലായി ഒന്ന് തോണ്ടി. അവൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവുമില്ല. അവൾക്കപ്പോൾ അല്പം പരിഭവം തോന്നി. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയിരുന്ന് ഇടത് കൈ അവൻ്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു. പെട്ടെന്ന് തന്നെ അവൻ്റെ കയ്യിൽ നിന്നും ബൈക്കൊന്ന് പാളി. എങ്കിലും വീഴാതെ അവൻ കാല് തറയിലൂന്നി വണ്ടി പിടിച്ചു നിർത്തി.